കഴുകി വൃത്തിയാക്കിയ തുവരപ്പരിപ്പ് മഞ്ഞപ്പരിപ്പില്ലേ അതും ആവശ്യത്തിന് വെള്ളവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് 2 വിസിലിട്ടിട്ട് വാങ്ങണം. അതിലേക്ക് പച്ചക്കായ 1, ഉരുളക്കിഴങ്ങ് 1, വെള്ളരി 1/4 കപ്പ്, മുരിങ്ങക്കായ 2, കോവയ്ക്ക 2 എണ്ണം, വൈനിങ്ങ 1, ക്യാരറ്റ് 1, പച്ചമുളക് 3 എണ്ണം, ചെറിയ ഉള്ളി 5 എണ്ണം, ആവശ്യത്തിന് കറിവേപ്പില, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കായം 1/4 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്. മൊത്തത്തിലങ്ങ് മിക്സാക്കി കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് നന്നായി വേവിച്ചെടുക്കണം. നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് വെച്ചത്, ഒരു വലിയ തക്കാളി, ആവശ്യത്തിന് മല്ലിയില ഇട്ടിട്ട് തിളച്ചിട്ട് ഒന്ന് ഓഫ് ചെയ്യാം. ഒരു തവയിൽ 4 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് 2 വെണ്ടയ്ക്ക നന്നായി മൂപ്പിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട്. ഇത് സാമ്പാർ കുഴഞ്ഞു പോകുന്നതായിട്ടാണ്. ഒരിക്കലും കുക്കർ മൂടിയിട്ട് തിളപ്പിക്കരുത്. ബാക്കി വന്ന എണ്ണയിൽ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് അത് പൊട്ടിയാൽ കുറച്ച് വെളുത്തുള്ളി അല്ലിയും 2 ചുവന്ന മുളകും കുറച്ച് കറിവേപ്പില ഇടണം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കായം ഇട്ടിട്ട് അതുകൂടി ഒഴിച്ചു കൊടുക്കാം. അടിപൊളി സാമ്പാറാണ്.